കാസർകോട് പിടിയിലായ നിരോധിത നോട്ട് വെളുപ്പിക്കൽ സംഘവുമായി നടത്തിയ തെളിവെടുപ്പിനിടെ 55 ലക്ഷത്തോളം രൂപയുടെ വ്യാജ നിരോധിത നോട്ടുകളും നോട്ടെണ്ണുന്ന മെഷീനും കണ്ടെത്തി. വണ്ടിച്ചാൽ സ്വദേശി വിജയന്റെ വീട്ടിൽ നിന്നാണ് വ്യാജ കറൻസികൾ പിടികൂടിയത്. പ്രതികൾക്ക് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ആദ്യം പ്രതികരണത്തിൽ. ഒരാളെ കാസർഗോഡ് കറന്തക്കാട് ഉടുപ്പി ആര്യഭവൻ ഹോട്ടലിന് മുമ്പിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ കോൾ വരികയും നമ്മുടെ കർണാടകത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട് അവിടെ സക്ലേഷ് പുരോഹിച്ച് അവരെ അവിടെ തടഞ്ഞു വെക്കുകയും ഞങ്ങൾ പോയി അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് ഇത് പഴയ നോട്ട് ഡീലിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും അങ്ങനെ ഇവിടെ ഇവിടുത്തെ ടീം ഒരാളെ ഇവിടെ തടവിൽ വെച്ചിട്ടുണ്ടായിരുന്നെന്നും അതിനുശേഷം അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന കൂട്ടത്തിലാണ് ഇവിടെയുള്ള ഒരുത്തരും കൂടി അങ്ങോട്ട് കൊണ്ടുപോയതെന്ന് മനസ്സിലായി. അരുൺ പാറക്കൽ കാസർകോട് വിവരങ്ങളുമായി ചെയ്യുന്നു. അരുൺ, കാസർകോട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒന്ന്, നിരോധിച്ച 2000 രൂപ മാറ്റിക്കൊടുക്കുന്ന സംഘമാണ് ആന്ധ്രാ സംഘം. തട്ടിക്കൊണ്ടുപോകപ്പെട്ട യുവാവിന്റെ സംഘമാകട്ടെ കള്ളനോട്ട് ടീമും. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈലി, പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭയങ്കര രസകരമായ ഒരു കഥയാണ് ഇതിന് പുറകിലുള്ളത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആന്ധ്രാ സംഘത്തെ തട്ടിക്കുന്ന മലയാളികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അത് കാസർഗോഡ് പാലക്കുന്ന് സ്വദേശി ഷെരീഫും അതുപോലെ തന്നെ മേൽപ്പറമ്പ് സ്വദേശി ഹനീഫ, ബണ്ടിച്ചാൽ സ്വദേശി വിജയൻ തുടങ്ങിയ ആളുകളാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നിലവിൽ റിമാൻഡിലായ പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായി ബണ്ടിച്ചാൽ സ്വദേശി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത 2000 രൂപയുടെ വ്യാജ കറൻസികൾ പോലീസ് പിടികൂടിയത്. 52 ലക്ഷം രൂപയുടെ വ്യാജ കറൻസികളാണ് 2000 രൂപ നോട്ടുകൾ മാത്രമായി പോലീസ് പിടികൂടിയത്. 500 രൂപ നോട്ടുകളുടെ 2 ലക്ഷം രൂപയുടെ വ്യാജ കറൻസികളും അതുപോലെ തന്നെ മറ്റ് 100 രൂപയുടെയൊക്കെ കറൻസികളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആന്ധ്രാ സംഘം സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതാണ്. അതായത് 2000 രൂപ നിരോധിത 2000 രൂപ നോട്ടുകൾ വെളുപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് പല ആളുകളിൽ നിന്നും പണം വാങ്ങി അങ്ങനെ പണവുമായി മുങ്ങുന്ന ഒരു ടീമാണ് ഈ ആന്ധ്രാ സംഘം. പക്ഷേ ആ ആന്ധ്രാ സംഘത്തെ തട്ടിക്കുന്ന അല്ലെങ്കിൽ അവരെ തട്ടിപ്പിനിരയാക്കുന്ന ടീമായി ഈ മലയാളി സംഘം മാറിയിട്ടുണ്ട്. ഇങ്ങനെ 2000 രൂപ വെളുപ്പിക്കുന്ന ടീമിനെ അവരെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്ന രീതിയാണ് ഈ മലയാളി സംഘങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഈ ബണ്ടിച്ചാൽ സ്വദേശി വിജയനും അതുപോലെ തന്നെ നൂറുദീനും ഒക്കെ മുൻപ് അമ്പലത്തറയിൽ സമാനമായ രീതിയിലൊരു ഈ 2000 രൂപയുടെ നിരോധിത നോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ആ കേസിലും പ്രതിയായ ആളാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പുറത്തു വരുന്ന കഥകൾ അനുസരിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, ചില രസകരമായ കാര്യങ്ങൾ കൂടിയുണ്ട്. ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകളെ വീണ്ടും പറ്റിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സുഹൈൽ, എന്തായാലും തട്ടിപ്പിലും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാസർകോടുകാർ. ഈ നിരോധിച്ച 2000 രൂപ മാറ്റിക്കൊടുക്കുന്ന തട്ടിപ്പ് നടത്തുന്ന ആന്ധ്രാ സ്വദേശികളെ കള്ളനോട്ട് കൊടുത്ത് പറ്റിച്ച കാസർകോട് സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. അവരിൽ നിന്ന് 55 ലക്ഷം രൂപയുടെ കള്ളനോട്ടും പിടികൂടിയിട്ടുണ്ട്. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിവരം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.